മക്കളെ നമസ്കാരമുണ്ട്. അന്നേരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം അറ്റാച്ച്മെന്റ് പുലർത്തി അല്ലെ നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ആളുകൾ നമ്മളിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ സൗഹൃദം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സൗഹൃദങ്ങളാവേ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ലവറായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം. ആദ്യമൊക്കെ അവർ ഭയങ്കര സ്നേഹവും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരിക്കേ. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പതിയെ മെസ്സേജ് അയക്കി കഴിഞ്ഞാൽ നീ എവിടെയാടാ, ഇന്ന് മെസ്സേജ് റിപ്ലൈ ഒന്നും ഇല്ല. പതിയെ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളിൽ നിന്ന് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അന്നേരം നമ്മൾ തന്നെ അവോയ്ഡ് ആയി പോകാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ അവരുടെ കീഴിൽ പിന്നെയും നമ്മളിതിനെ കടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവിടെ വലിയൊരു തോൽവിയാവുന്നത് നമ്മൾ തന്നെയായിരിക്കും. അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഇടയിൽ നിന്ന് നമ്മൾ തന്നെ പതിയെ ഇറങ്ങിപ്പോക്കണം. അവർ യാത്ര ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളങ്ങ് ഇറങ്ങിപ്പോക്കണം. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പിന്നെ അവരുടെ ഇടയിൽ ഒരു ഭാരമായിട്ട് നിൽക്കുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏറെക്കുറെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഇപ്പം പലരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അന്നേരം നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം കേട്ടോ. അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് വന്ന് ആ മെസ്സേജ് അയയ്ക്കുക. നമ്മളതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഏറെക്കുറെ സ്നേഹം മാത്രം. ലവ് യു. താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മൈ വീഡിയോസ്. ഓക്കെ, താങ്ക് യു വാച്ചിങ് ഫോർ മൈ വീഡിയോസ്. അതുപോലെ തന്നെ കാണാത്ത ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.